Hello everyone! Welcome to meherskitchen. ഇന്ന് നമുക്ക് ഒരു പിസ്സ റെസിപ്പി നോക്കിയാലോ. നല്ല ചീസി പിസ്സ വീട്ടിൽ തന്നെ എല്ലാതും ഉണ്ടാക്കുന്നത്. അപ്പം മമ്മിയുടെ ഒരു റെസിപ്പി ചോദിച്ചാലോ. അപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1.5 കപ്പ് മൈദയാണത്. ഇത് നന്നായിട്ട് തരിച്ച് വെച്ചതാണ്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ആവശ്യം 1/2 കപ്പ് വെള്ളമാണ്. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നായിട്ട് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന മുമ്പ് ഒന്ന് ഇളം ചൂടാക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. തൊട്ടാൽ ജസ്റ്റ് ഒന്ന് ചൂട് വേണം, കുറേ ചൂടാക്കാൻ പാടില്ല, ഇളം ചൂട് മതി. എന്നിട്ടിത് ഒഴിക്കുന്ന മുമ്പ് ഒന്ന് ഇൻഗ്രീഡിയൻസ് ഒന്നെല്ലാം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് വെള്ളത്തിലിട്ട് വെക്കണ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇത് ഒന്ന് കുഴച്ചെടുക്കാം. മാവൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു ടേബിൾ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് തുടക്കത്തിൽ കൈമ ഒട്ടുമൊക്കെ ചെയ്യും, പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും. അപ്പോൾ 4-5 മിനിറ്റ് ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, കൈമൊന്നും ഒട്ടൂലപ്പോൾ. ഇനി കുറച്ച് എണ്ണ തേച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത്ര മതി. ഇതൊന്ന് കുറച്ച് എണ്ണ കൈമ തേച്ചിട്ട് ഇത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. ശേഷം പാത്രത്തിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് മാവ് അതിലേക്ക് വെച്ചിട്ട് ഇത് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. അപ്പോൾ നമ്മളിവിടെ ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. എന്നിട്ട് ഇതൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു തുണിയോ അല്ലെങ്കിൽ പാത്രം വെച്ചിട്ട് മൂടി വെച്ചാലും കുഴപ്പമില്ല. പിസ്സ ഡോ റെഡിയാവുന്നവരെ നമുക്ക് ടോപ്പിങ്സിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നീളത്തിൽ കുറച്ച് വലിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ചീസാണ്. ഇത് 1 കപ്പ് മൊസറല്ല ചീസാണ്. പിന്നെ ആവശ്യത്തിന് സവാള, ക്യാപ്സിക്കം, തക്കാളി ഇതെല്ലാം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ 2-3 ടേബിൾ സ്പൂൺ പിസ്സ സോസാണ്. പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്താലും മതി, ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ ഇത് ക്രീമാണ്. ക്രീം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം. പിന്നെ ആവശ്യമുള്ളത് വൈറ്റ് പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പാണ്. വൈറ്റ് പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ യൂസ് ചെയ്താലും മതി. പിന്നെ ഇത് കുറച്ച് ഗാർലിക്കാണ്, വെളുത്തുള്ളി ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ക്രഷ്ഡ് ചില്ലിയാണിത്. പിന്നെ മിക്സ്ഡ് ഹെർബ്സ് ഇല്ലെങ്കിൽ ഒറിഗാനോ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ആവശ്യമുള്ളത് ടോപ്പിങ്സ് ഉണ്ടാക്കാനായിട്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇഷ്ടമില്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ക്രഷ്ഡ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ, സോൾട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് വെള്ളം വരാൻ തുടങ്ങും. ഈ വെള്ളമൊക്കെ വറ്റണ വരെ നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കണം. ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട്
പിന്നെയും മൂടി വെച്ചിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ. അങ്ങനെ അത് ഒരു 5-8 മിനിറ്റ് ആയിട്ടുണ്ട്. 5-8 മിനിറ്റിന് ശേഷം ചിക്കൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്, വറ്റിയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ ഇതുപോലെ. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും മിക്സ്ഡ് ഹെർബ്സും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്രീം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ക്രീം ഓപ്ഷണലാണ്. ഇത് നന്നായിട്ട് വറ്റിക്കണ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയാൽ മതി. അധികം ഡ്രൈ ആവണ ആവശ്യമില്ല. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്, റൈസായി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇത് റൈസായി വന്നിട്ടുണ്ടത്. ഇനി നമുക്കിത് പരത്താനായിട്ട് ഒരു ടേബിളിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മാവ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിലൂടെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. പറ്റുന്നത്ര കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. പിന്നെ കൈ കൊണ്ട് നേരെ പോലെ പരത്താൻ വയ്ക്കുന്നില്ലെങ്കിൽ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. ഒരുപോലെ കട്ടി വേണം എല്ലായിടത്തും, അതുപോലെ പരത്തിയെടുക്കണം ഇത്. അപ്പോൾ ഈ പാനിൻ്റെ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ പരത്തിയെടുക്കുന്നത്. നിങ്ങളെ പാനിനനുസരിച്ചിട്ട് നിങ്ങൾ പരത്തിയെടുക്കാം. ഈ പാനിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിസ്സ ബേസ് അതിലേക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫുൾ പാനിലേക്ക് സൈഡിലേക്ക് ഒന്ന് എല്ലാതും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും കട്ടി കുറക്കണം. എന്നിട്ട് സൈഡിലേക്ക് കുറച്ചിങ്ങനെ ടെൻറ്റായിരിക്കണം. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അതാ പിസ്സ ബേസ് റെഡിയാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാനായിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഗ്യാസ്മേ വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ട് 3-4 മിനിറ്റ് ഒരു ഭാഗം വേവിച്ചെടുക്കണം. അങ്ങനെ അതാ ഒരു ഭാഗം 3-4 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും വേവിച്ചെടുക്കണം. സൂക്ഷിച്ചിട്ട് വേണം മറിച്ചിടാൻ. മറിച്ചിട്ടതിന് ശേഷം 3-4 മിനിറ്റ് വീണ്ടും നമുക്ക് ഈ ഭാഗം കൂടി വേവിച്ചെടുക്കാം. അങ്ങനെ അതാ മറ്റേ സൈഡും ഒന്ന് നന്നായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് സൈഡ് മാറ്റി കൊടുക്കാം, മറിച്ചിടാം. എന്നിട്ട് ലോ ഹീറ്റിലേക്ക് ഫ്ലെയിം ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ടോപ്പിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്സ സോസ് തേച്ച് കൊടുക്കാം. പിസ്സ സോസ് ഇല്ലെങ്കിൽ കെച്ചപ്പ് തേച്ച് കൊടുത്താലും മതി. നന്നായിട്ട് പിസ്സ സോസ് ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടോപ്പിങ്സ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അത്യാവശ്യത്തിന് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ടാൽ പിന്നെ നല്ല ചീസി പിസ്സ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം വെജിറ്റബിൾസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഇഷ്ടമില്ലെങ്കിൽ വെജിറ്റബിൾസ് ഇടണ്ട. വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, ചിക്കൻ ഇടണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടോപ്പിങ്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അവസാനമായിട്ട് ഒന്നും കൂടി ചീസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചീസി പിസ്സ ആവാനായിട്ട് നമുക്ക് അത്യാവശ്യം ചീസൊക്കെ വേണം. അപ്പോൾ ചീസ് അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോ, പിന്നെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചില്ലി ഫ്ലേക്സും മിക്സ്ഡ് ഹെർബ്സ് അല്ലെങ്കിൽ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ വേവിച്ചെടുക്കാം.
അപ്പോൾ ഇതാ നമ്മൾ പിസ്സ റെഡിയാണ്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ അടിപൊളി പാൻ പിസ്സ റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ചീസിയാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഓവനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇതിന്. പാനിൽ തന്നെ നന്നായിട്ട് നമുക്ക് ശരിക്കും പുറത്തുനിന്ന് കഴിക്കുന്ന പോലെ പിസ്സ കിട്ടുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ താഴെ കൊടുത്ത ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.